പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അച്ഛൻ ഒരു ഹായ് പറഞ്ഞോളൂ. അപ്പോൾ ഇന്ന് അച്ഛൻ എന്താണ് ഇവർക്ക് ഉണ്ടായി കാണിച്ചു കൊടുക്കാൻ പോകുന്നത്? പല വ്യൂവേഴ്സിൻ്റെയും നമുക്ക് ഒരു ഇത് വന്നിട്ടുണ്ട്, കമൻസ്. ഓക്കെ, അതായത് ഒരു നല്ലൊരു കമ്പോസ്റ്റ് ഉണ്ടാക്കി കാണിച്ചു കൊടുക്കുമെന്ന് ചോദിച്ചിട്ട്. കമ്പോസ്റ്റ് അല്ലേ? കുറേ പേര് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിനൊരു പ്രതിവിധി എന്നോളം ഇന്ന് 10 നമ്മൾ പോകുന്നത് കേട്ടോ, അറിയാൻ പോകുന്നത് കമ്പോസ്റ്റ് ഉണ്ടാക്കി തരാൻ. ഒരു കമ്പോസ്റ്റ്, നല്ലൊരു കമ്പോസ്റ്റ് പെട്ടെന്ന് എല്ലാ വീടുകളിലും കിട്ടുന്ന സാധനങ്ങളെ വെച്ചുകൊണ്ട് ഒരു കമ്പോസ്റ്റ് ഉണ്ടാക്കുകയാണ് കേട്ടോ. അപ്പം ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് പറഞ്ഞു. ഫസ്റ്റ് ഇൻഗ്രീഡിയൻസ് ഞാൻ പറഞ്ഞുതരാം. ഇത് കിച്ചൺ വേസ്റ്റ് ആണ്. കിച്ചൺ വേസ്റ്റ് മീൻസ് വെജിറ്റബിൾ വേസ്റ്റ് മാത്രം. ഉള്ളിത്തൊലി, മാങ്ങാത്തൊലി, കാടി, ഓക്കെ, ഉദ്ദേശിക്കുന്നത് വെജിറ്റബിളിൻ്റെ വേസ്റ്റ്, എല്ലാ കാര്യങ്ങളും അത് ഇൻക്ലൂഡ് ആവും. ഓക്കെ, ഇത് ഞാൻ ഒരു 100 ml തൈരുണ്ട്. തൈര് അല്ലേ? ഫെർമെൻറ്റേഷന് വേണ്ടിയിട്ടാണ്. അതേപോലെ തന്നെ ശർക്കര പാനി. ഓക്കെ, 2 കട്ട ശർക്കര അരിയിപ്പിച്ചതാണ്. ഓക്കെ, ഇത് നല്ല പുളിപ്പിച്ച കഞ്ഞിവെള്ളമാണ്. കഞ്ഞിവെള്ളമുണ്ട്. ഇത് മണ്ണ്, ചാണകപ്പൊടി. ഇനി അത് കിച്ചൺ വേസ്റ്റ് നമുക്ക് കുറവ് തോന്നിയാൽ ഉള്ളിത്തൊലി ഞാൻ ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ട്, നമുക്കത് ആഡ് ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പോൾ അത് ഉണ്ടാക്കുന്ന വിധം എത്രയേ ഉള്ളൂ, വളരെ സിമ്പിളാണ്. ഓക്കെ, അത് നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ ബക്കറ്റ് അതിനു വേണ്ടി ഞാൻ സെലക്ട് ചെയ്താണ്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരു 5-6 കിഴുത്തിട്ടിട്ട് ഓട്ട ഉണ്ടാക്കിയിട്ട് നമ്മൾ എല്ലാം റെഡി ആയി കഴിഞ്ഞാൽ ഇവനെ മൂടി വെക്കണം. മൂടി വെക്കാൻ വേണ്ടിയിട്ടാണ്. ഒരു വെയിറ്റും വെച്ചിട്ട് തണലത്തോട്ട് മാറ്റി വെച്ചാൽ മതി അല്ലേ? പക്ഷേ ഇതിൻ്റെ ഡ്യൂറേഷൻ എന്ന് പറഞ്ഞാൽ 1 month. ഒരു മാസം എടുക്കും അതിൻ്റെ കറക്റ്റ് അത് വന്നിട്ട് പൊടിയായിട്ട് നമുക്ക് കറക്റ്റ് കമ്പോസ്റ്റ് കിട്ടണമെങ്കിൽ 1 month ആണ് അതിൻ്റെ കേട്ടോ. ഓക്കെ, അപ്പോൾ ഒരു മാസം നമ്മളിതിങ്ങനെ അടച്ച് വെച്ചാൽ മതി. വേറെ ഒന്നും എക്സ്ട്രാ നമ്മളൊന്നും അതിൻ്റെ ഇടയിൽ പോയിട്ട് ഒന്നും ചെയ്യേണ്ട. ഇത് മിക്സ് ചെയ്തിട്ട് അവിടെ മാറ്റി വെച്ചാൽ മാത്രം മതി. ഓക്കെ കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് ഉണ്ടാക്കി കാണിച്ചു കൊടുക്കുന്ന പ്രൊസീജിയർ കാണിച്ചു തരാം കേട്ടോ. ഓക്കെ, ഫസ്റ്റ് ചെയ്യാൻ പോകുന്നത് എന്താ വെച്ചാൽ ഇതിലൊരു 1.5 ഇഞ്ച് മണ്ണിടാൻ കേട്ടോ. ഒന്നടിയിൽ മണ്ണ് വേണേ. ഓക്കെ, കേട്ടോ. അപ്പോൾ 1.5 ഇഞ്ച് മണ്ണിട്ടിട്ടുണ്ട് ഈ ബക്കറ്റിൽ. മണ്ണിട്ടു. അതിനുശേഷം നമ്മൾ ഈ കിച്ചൺ വേസ്റ്റ് ഒരു ലെയർ ഇടുന്നു. ഓക്കെ, മുട്ടത്തോടും എല്ലാം ഉണ്ട് കേട്ടോ. ഓക്കെ, മാറ്റി വെച്ചു. എന്നിട്ട് നമ്മൾ സ്വല്പം കഞ്ഞിവെള്ളം കുടഞ്ഞു കൊടുക്കും. തൈര് സ്വല്പം തൊണ്ട. ഇതൊക്കെ അതിലേക്ക് പോവാനുള്ളതാണ് കേട്ടോ. ഓക്കെ, ശർക്കര വെള്ളം ചെറുതായിട്ട് ആഡ് ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞ് സ്വല്പം കഞ്ഞിവെള്ളം. ഓക്കെ, പുളിപ്പിച്ച കഞ്ഞിവെള്ളമാണേ. കുറച്ച് കട്ടിയിരുന്നോട്ടെ. അതാ. ഓക്കെ, അല്പം ചാണകപ്പൊടി ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അഗൈൻ സെയിം പ്രൊസീജിയർ നമ്മൾ അഡോപ്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സെയിം ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്യാൻ പോവാണ്. സെക്കൻഡ് ലെയറാണ് മണ്ണിൻ്റെ. ഇങ്ങനെ 3 ലെയർ ഇട്ടാൽ മതി കേട്ടോ. ഓക്കെ, വേണ്ടവർക്ക് കൂടുതൽ എത്ര വേണമെങ്കിലും. അതെ, വലിയ ചെയ്യേണ്ട പ്രൊസീജിയറാണ് ഞാൻ പറയുന്നത് കേട്ടോ. അഗൈൻ കിച്ചൺ വേസ്റ്റ് ഇടുന്നു. ഓക്കെ, തൈര് ശകലം. ഓക്കെ, ശർക്കര കഞ്ഞിവെള്ളം. ചാണകപ്പൊടി.
അപ്പോൾ ഇത് ഓൾമോസ്റ്റ് ഒരു മുക്കാൽ ബക്കറ്റ് ആയിട്ടുണ്ട് കേട്ടോ. കഞ്ഞിവെള്ളം കുടയണോ? കഞ്ഞിവെള്ളം മേലെ ജസ്റ്റ് ഒന്ന് കുടഞ്ഞു വെച്ചാൽ. നമ്മുടെ കമ്പോസ്റ്റ് അച്ഛൻ റെഡി ആക്കിയിട്ടുണ്ട്, ഞാൻ കാണിച്ചു തരാം. ഇതാ ഇത് എല്ലാ സംഭവങ്ങളും 3 ലെയറാണ് ഇട്ടിരിക്കുന്നത്. ഓക്കെ. കിച്ചൺ വേസ്റ്റ് ഫസ്റ്റിലിട്ടു, പിന്നെ നമ്മൾ അതിൻ്റെ മേലെ ഫസ്റ്റ് മണ്ണാട്ട്, പിന്നെ കിച്ചൺ വേസ്റ്റ്, പിന്നെ അതുമാതിരി അതിൻ്റെ മേലെ തൈര്, കഞ്ഞിവെള്ളം, ശർക്കര എല്ലാം കുടഞ്ഞ ശേഷം എഗെയിൻ നമ്മൾ അതിൻ്റെ മേലെ ചാണകപ്പൊടി ഇട്ടു. അങ്ങനെ നമ്മൾ ഈ ലെയറായിട്ട് കൊണ്ടുപോകണം. അങ്ങനെ ഏറ്റവും ലാസ്റ്റ് മണ്ണും ചാണകപ്പൊടി ഇട്ടിട്ട് ആ ലെയർ അവിടെ ക്ലോസ് ചെയ്തു. ഇനി ഇവനെ ഞാൻ പെർഫെക്റ്റ് ആയിട്ട് തന്നെ അടച്ചു വെക്കും. ഞാനൊരു അടപ്പ് വെച്ചിരുന്നാ ഇവൻ. ഈ അടപ്പ് നമ്മൾ കിഴിച്ചിടണം. ഓട്ടയിട്ടതിന് ശേഷം നമ്മൾ ഭദ്രമായിട്ട് അടച്ചു വെക്കണം. മേലെ അടച്ചു വെച്ചാൽ മതി, പക്ഷെ വെയിലത്ത് വെക്കരുത്. ഇവനെ തണലത്ത് കൊണ്ടുപോയിട്ട് ഒറ്റ മാസം വെക്കണം. ഒറ്റ മാസം വെക്കുമ്പോൾ എന്താ വെച്ചാൽ അതിൽ കറക്റ്റ് ഫെർമെൻറ്റേഷനും പുഴുക്കളൊക്കെ വന്നിട്ട് അതിനെ റെഡിയാക്കും. ശരിക്കും അങ്ങനെ റെഡിയാക്കി പൗഡറാക്കി തരും നമുക്ക് 1 മന്ത് കൊണ്ട്. ആ പൗഡറും നമ്മൾ മണ്ണും ചേർത്തിട്ട് എന്ത് ചെടി വെച്ചാലുണ്ടല്ലോ അവൻ നല്ല രീതിയിൽ കേട്ടോ. അപ്പോൾ അതിനാണ് ഞാൻ ഈ കമ്പോസ്റ്റ് ഉണ്ടാക്കിയത്. നമുക്ക് ആവശ്യമാണ്. അമ്മയും പറഞ്ഞു കുറച്ച് ഉണ്ടാക്കി കൊടുക്കാൻ, നമുക്കും തൊടിയിലോട്ട് ആവശ്യമാണ്. അപ്പോൾ നമ്മൾ പോർച്ചിലേക്ക് എടുത്ത് വെക്കാം അല്ലേ? അത് എടുത്ത് വെക്കണം. പുറകോട്ട് എടുത്ത് വെക്കണം. ഇവിടെ കുറച്ച് വെയിൽ കൂടുതലാണ്, അപ്പോൾ നമ്മൾ പുറകിലോട്ട് എടുത്ത് വെക്കുന്നു കേട്ടോ. അപ്പം എല്ലാവരും ഇത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ മുഴുവൻ കണ്ടവർക്ക് സംഭവം മനസ്സിലായിട്ടുണ്ടാവും. അപ്പം ഇതിൽ എക്സ്ട്രാ എന്തെങ്കിലും സാധനങ്ങൾ അവർക്ക് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അച്ഛൻ കരിയിലൊക്കെ പറയുന്നുണ്ടായിരുന്നു. ഒരു ലെയർ കരിയില കിട്ടുമെങ്കിൽ കരിയില ആഡ് ചെയ്യാം, നല്ലതാണത് കേട്ടോ. ഓക്കെ. അപ്പം എല്ലാവരും ചെയ്ത് നോക്കുക. സിമ്പിൾ പരിപാടിയാണ്. ഒരു ബക്കറ്റും പിന്നെ ഈ കാണുന്ന വലിച്ചെറിയുന്ന കിച്ചൺ വേസ്റ്റും മതി കാര്യമായിട്ട്. ഓക്കെ. അപ്പോൾ അങ്ങനെയാണ് എല്ലാവരും ചെയ്ത് നോക്കുക. സാധനം ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അച്ഛൻ ഒരു ബൈ പറഞ്ഞോളൂ. ബൈ. ഓക്കെ ഗൈസ്, ബൈ. നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.